ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കിയിടുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കാബേജിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങൊന്ന് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാട്ടോ. പിന്നെ ഇതാ ഒരു ചെറിയ എരിവിനാവശ്യമായിട്ടുള്ള മുളക്, നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് സവോള വളരെ ചെറുതാക്കിയിട്ട് നമ്മൾ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുരുമുളകും പെരിഞ്ജീരകവും കൂടെ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ. നമ്മൾ പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. ഒന്ന് ക്രഷ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി. ഇനി നമ്മളിതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഞാനിന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതുക്കിയെടുത്ത കുരുമുളകും പെരിഞ്ജീരകവും നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ നമ്മുടെ എണ്ണയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിലേക്കൊക്കെ നല്ല പോലെ അങ്ങ് പിടിച്ച് കിട്ടിക്കോളും. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഒന്ന് റെഡിയായി വരാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ബീഫോ ചിക്കനോ മുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താലും മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു സോഫ്റ്റ് ആയാൽ മതി. നമ്മുടെ ഉള്ളി ഒന്നും ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത നമ്മുടെ മല്ലിയില, പിന്നെതാ നമ്മുടെ കാബേജ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇഴത്താൽ മതി. അപ്പം ഇനി ഇതൊന്നും ഇവിടെ ഇരുന്നൊന്ന് റെഡി ആവട്ടെ. ഇനി ഞാനിതിലേക്ക് ഒരു ഡ്രോപ്പ് സോയ സോസ് ചേർക്കുന്നുണ്ട്. കുറച്ച് മയോണീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മയോണീസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാവർക്കും അറിയാവുന്ന തന്നെ. പിന്നെ ഇതാ നമ്മൾ മയോണീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല അടിപൊളി ഫില്ലിങ് ആട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാനിതവിടെ ഇതേപോലെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്.
ഈ ഒരു ബ്രെഡ് നമുക്ക് ഇതേപോലെ 2 എണ്ണം വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ എല്ലാ ബ്രെഡും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 മുട്ട നമ്മളിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ്, നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിടാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരല്പം പാല്, നന്നായി ഒന്ന്, പിന്നെ ഞാനിത് അവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഓരോന്നായിട്ട് ഇതേപോലെ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് 2 വശവും ഒന്ന് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല പോലെ 2 വശവും ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ നമ്മൾ നല്ല പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതാ നമ്മുടെ ബ്രെഡൊക്കെ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായി. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം റെഡിയായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയായി വന്നോളും. കാരണം ഒത്തിരി സമയമൊന്നും എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് നിങ്ങൾക്ക് മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം മയോണൈസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതവിടെ കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് നമുക്കിതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക്
ഒനിയനോ ടൊമാറ്റോ വേണമെന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് മാത്രമാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കണ്ടില്ല. അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ ഈ ഒരു മയോണൈസ് ഇതിലേക്കാണ്. ചെറിയ സ്പൂൺ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഈ കത്തി വെച്ചിട്ടിങ്ങനെ ചുടുക്കുന്നതാട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഇഫ്താറിന് അടിപൊളി ഐറ്റാണ്. നല്ലൊരു അടിപൊളി ഫില്ലിങ്ങും കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.